ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമുക്കിന്നൊരു റെസിപ്പി വീഡിയോ ആണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു ചൂര അച്ചാറുണ്ടാക്കാവേ. ഇത് നമ്മൾ ട്രോളിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ എടുത്ത് വെച്ചതാണ്, പക്ഷേ നമുക്ക് ഇടാൻ പറ്റിയില്ല. സച്ചുകുട്ടന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മീനൊക്കെ ക്ലീൻ ചെയ്താണ്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നല്ല വൃത്തിക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ചേ. അതിനകത്ത് മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ വറുക്കുമ്പം കരിഞ്ഞു പോകുവേ. ഇനി നമ്മൾ അച്ചാറിടാനായിട്ട് ആവശ്യമുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മീനച്ചാറിടുമ്പം വെളുത്തുള്ളി എപ്പോഴും കുറച്ച് അധികം ചേർക്കണേ. ഇനി അടികട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇതാണ്ട് നല്ലെണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 250 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. മീനച്ചാറ് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഇടാം. ഇത് നമ്മളിപ്പോൾ മോന് കൊടുത്തു വിടാനായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നത്. കുറച്ച് ദിവസം ഇരിക്കണമല്ലോ. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കണ്ട വെളുത്തുള്ളി ഇട്ട്, വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേക്കും കൂടെ തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്ത് അത് രണ്ടും ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ല വൃത്തിക്ക് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നല്ല വൃത്തിക്ക് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനിങ്ങനെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മൂപ്പിക്കുമ്പോൾ ആ വെളുത്തുള്ളിയുടെ കളർ അങ്ങനെ മാറാൻ സമ്മതിക്കരുത്. ആ ഒരു പരുവത്തി മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കുറേശ്ശെയായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ നല്ലപോലെ മൂക്കണം, എന്നാൽ നമ്മളിങ്ങനെ ഒടിച്ച് നോക്കുമ്പം ഒടിഞ്ഞു വരണം. ആ ഒരു പരുവത്തിൽ നല്ല വൃത്തിക്ക് മീനെ മൂപ്പിച്ചെടുക്കാം. അങ്ങനെ മൂപ്പിച്ചെടുത്താലാണ് നമ്മുടെ അച്ചാർ തോനെ നാൾ കേടാവാതിരിക്കുന്നത്. മീൻ തോനേച്ച ഇങ്ങനെ വാരിയിടാതെ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് 3-4 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഈ രീതിയിൽ ഏത് മീൻ വേണേലും അച്ചാറിടാവേ. മത്തി, നെത്തൊലി ഏത് മീൻ വേണേലും ഞാൻ അച്ചാറിടുക ഈ ഒരു രീതിയിൽ. മീനെല്ലാം കുറേശ്ശെയായിട്ട് നമ്മൾ വറുത്ത് കോരി എന്നിട്ടാണ് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്നത് നമ്മുടെ ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, അതിനകത്തുനിന്ന് ഒരു പകുതി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഇത് അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ, ഈ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നത്. അപ്പോൾ തന്നെ മീൻ വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് ഞാനങ്ങ് മാറ്റി എന്നിട്ട് ആവശ്യത്തിനുള്ള എണ്ണ മാത്രം വെച്ചിട്ട് ഒരു 1/4 സ്പൂൺ കടുകും 1/4 സ്പൂൺ ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മളെടുത്ത മീനുണ്ടല്ലോ 2 കൂടി ഒരു 1.5 കിലോ വരുമായിരുന്നേ. അതിൻ്റെ അളവ് ഞാൻ ആദ്യം പറയാനായിട്ട് വിട്ടുപോയതാണേ. കടുകും ഉലുവയൊക്കെ നല്ലപോലെ പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു മിക്സി നമ്മൾ പകുതി എടുത്ത് നേരത്തെ പൊടിച്ച് വെച്ചിരുന്നുണ്ടല്ലോ അതുകൂടി ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. പിന്നെ ദണ്ട പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരിത്തിരി ഉലുവാപ്പൊടി അത്രയും ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീനകത്ത് നമ്മൾ ഉപ്പ് ചേർത്താണ് വറുത്തേക്കുന്നത്, അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇട്ട് കൊടുത്ത പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ നല്ലപോലെ മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ അതൊന്ന് ഇളക്കി നല്ല വൃത്തിക്ക് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് അതിലേക്കൊരു 1/2 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. മീൻ അച്ചാറിടുമ്പോൾ ഈ കായപ്പൊടി എപ്പോഴും അവസാനം ഈ സമയത്ത് മാത്രമേ ചേർക്കാവുള്ളൂ. ഇനി നമുക്കതിലേക്ക് ഒരു 1.5 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും ഈ ലാസ്റ്റ് സമയത്താണ്. അടുപ്പ് ഓഫ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിലവർ അടുപ്പ് ഓഫ് ചെയ്തിട്ട് വിനാഗിരി ചേർക്കും, അപ്പോൾ ഒരു വിനാഗിരിയുടെ പച്ച കുത്ത് വരുവേ അച്ചാറിൽ. ഫൈനലി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അച്ചാർ തോനെ നാൾ കേടാവാതെ ഇരിക്കും. അത് മാത്രമല്ല നമ്മൾ ഈ ചേർത്ത് കൊടുത്ത വിനാഗിരിയുടെ ആ ഒരു ഇനിപ്പുണ്ടല്ലോ അത് അച്ചാറിൽ വരുത്തുമില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ചെറിയൊരു ടിപ്പ് കൂടി ചെയ്യാവേ. അച്ചാറിന് ഇച്ചിരി ഗ്രേവി വരാനും അതുപോലെ അച്ചാർ കേടാവാതിരിക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടിപ്പാണ്. 1 സ്പൂൺ വിനാഗിരി, 1 സ്പൂൺ വെള്ളം, അതുപോലെ നമ്മൾ നേരത്തെ മീൻ വറുത്ത എണ്ണ ഉണ്ടല്ലോ അതിൽ നിന്ന് 1 സ്പൂൺ ചേർത്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. നല്ല വൃത്തിക്ക് തിളപ്പിച്ചെടുക്കണം. എണ്ണയും വെള്ളവും വിനാഗിരിയും കൂടി ഒന്ന് മിക്സായി വരുന്ന ഒരു സ്റ്റേജ് വരുമല്ലോ. ഇപ്പോൾ ആദ്യം നമ്മൾ ഒഴിക്കുമ്പോൾ എണ്ണ ഇങ്ങനെ പൊങ്ങി കിടക്കുമല്ലോ, അവസാനം ആകുമ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സായിട്ട് തിളച്ച് വരും. ആ ഒരു സമയം വരെ നല്ലപോലെ തിളപ്പിക്കണം. ഇനി അത് അച്ചാറിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും അച്ചാറിന് വേണ്ട ഗ്രേവിയും ആകും. നമ്മുടെ അച്ചാർ കുറേ നാൾ കേടാവാതിരിക്കുകയും ചെയ്യുവേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.